ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ പി.വി. അൻവർ എം.എൽ.എ. പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. തൃശൂർ ഡി.ഐ.ജി. തോംസൺ ജോസാണ് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ച് 10 മണിക്കൂറോളം മൊഴി രേഖപ്പെടുത്തിയത്. തെളിവുകൾ കൈമാറിയെന്നും ഡി.ഐ.ജിയുടെ മൊഴിയെടുക്കൽ തൃപ്തികരമെന്നും അൻവർ പ്രതികരിച്ചു. തൃശൂർ പൂരം കലക്കിയത് വി.ഡി. സതീശനാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. രാവിലെ 11 മണിയോടെയാണ് പി.വി. അൻവർ എം.എൽ.എ. പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകാനായി എത്തിയത്. 10 മണിക്കൂറോളം മൊഴിയെടുക്കൽ നടന്നു. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസാണ് പി.വി. അൻവറിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ADGP MR അജിത് കുമാർ, മലപ്പുറം മുൻ SP സുജിത് ദാസ് എന്നിവർക്കെതിരായ 14 പരാതികളാണ് അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഈ വിഷയങ്ങളിലെ അൻവറിൻ്റെ വിശദമായ മൊഴി DIG രേഖപ്പെടുത്തി. കിട്ടിയ തെളിവുകൾ കൈമാറിയതായും നിലവിലെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമെന്നും പി.വി. അൻവർ പ്രതികരിച്ചു. നിലവിൽ കിട്ടിയ സൂചനാ തെളിവുകൾ മുഴുവനായിട്ടും ബഹുമാനപ്പെട്ട DIGക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അദ്ദേഹം മുഴുവൻ അത് എഴുതി വളരെ സമാധാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം വളരെ സത്യസന്ധമായി ആ റിപ്പോർട്ട് നൽകും എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ADGP സമ്മതിച്ചതിനാൽ ആണ് ചർച്ചയുടെ വിവരങ്ങൾ തനിക്കാണ് ആദ്യം ലഭിച്ചതെന്ന് വെളിപ്പെടുത്തിയത്. തൃശൂർ പൂരം കലക്കിയത് വി.ഡി. സതീശനാണ്. ഈ BJP RSS നേതാവിനെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന വിവരം എൻ്റെ ഓഫീസിൽ വന്ന വീഡിയോ ആണിത്. 9:53 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് 11 മണിക്കാണ് നിങ്ങളെ അടിയന്തരമായിട്ട് പത്രസമ്മേളനത്തിന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടിയന്തര സമ്മേളനത്തിൽ വിളിക്കുന്നത്. ഈ വിവരം എനിക്ക് കിട്ടിയെന്നത് അജിത് കുമാറിൻ്റെ ഈ പാരലൽ സൈബർ വിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചറിയിക്കുകയാണ്. BJPക്ക് ആകെ ആവശ്യം എന്താ? ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു സീറ്റ് കിട്ടണം. അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ. അതിനുള്ള വഴിയൊരുക്കിയാണ്. അതിന് പൂരം കലക്കണം. ഈ പറയുന്ന ADGP അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് പൂരം കലക്കാൻ അജിത് കുമാർ നിർദ്ദേശം നൽകിയത്. സ്വർണ്ണക്കടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. പോലീസിലെ ക്രിമിനൽ സംഘം ഒരുപാട് പേരെ വേട്ടയാടിയതായും മൊഴിയെടുക്കലിന് ശേഷം അൻവർ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.